ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി വെറൈറ്റി സ്നാക്കാണ് കേട്ടോ ചിക്കൻ റിബൺ. ഈ കാണാനുള്ള ലുക്കും മൊഞ്ചും ഒക്കെ പോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര സിമ്പിളുമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ റിബണിലേക്ക് വേണ്ടുന്ന ചെറിയൊരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ അത്യാവശ്യം നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സവാളയൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരുപാട് സമയം അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഒതുങ്ങി കിട്ടുക, കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടുക, അത്രമാത്രം മതി. അപ്പോൾ ഇതുപോലെ നമ്മുടെ സവാള ചെറിയ രീതിക്കൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 300 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒന്നിക്കിൽ ചിക്കൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക കേട്ടോ. നമ്മൾ ചിക്കൻ മിക്സ് ചെയ്തെടുക്കുമല്ലോ, ആ ഒരു രീതിക്ക് തന്നെ ആക്കി എടുക്കുക, എങ്കിലേ ഈ ഒരു ഫില്ലിങ്ങിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ കളറൊന്ന് മാറി വരണം കേട്ടോ. ഒരു വൈറ്റ് കളറായി കിട്ടുന്നവരെ ഇതുപോലെ ഇടയ്ക്കിടയിൽ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക. പെട്ടെന്ന് തന്നെ മാറി വരും കേട്ടോ കളർ. ഇപ്പോൾ ഒരു പിങ്ക് കളർ പോലെയല്ലേ ഉള്ളത്, അതൊന്നും മാറിയിട്ട് വൈറ്റായി വരണം. അപ്പോൾ അതുപോലെ ഇതുപോലെ ഇടയ്ക്കിടയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് വൈറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ 1.5 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ഒന്നിച്ച് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3ഉം കൂടി 1.5 ടീസ്പൂണാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളത്, നമ്മുടെ ക്യൂമിൻ സീഡ് ഇല്ലേ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മുടെ ചിക്കൻ്റെ എല്ലാ സൈഡിലും പൊടികളൊന്ന് പിടിച്ച് കിട്ടിട്ട് ഏകദേശം 1-2 മിനിറ്റോളം ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് മസാല പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്നിക്കും മസാല നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊടികൾ ഇട്ട് കൊടുത്തല്ലോ, ആ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നല്ലപോലെ എത്രത്തോളം ചെറിയ ഫ്ലെയിം ആക്കി വെക്കാൻ പറ്റും അത്രത്തോളം കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനും ഇങ്ങനെ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൊടികളൊക്കെ മൊത്തത്തിൽ ചേർത്ത് കഴിഞ്ഞല്ലോ, അപ്പോൾ നമ്മുടെ ചിക്കൻ ഇനിയും വേവാനുണ്ടല്ലോ. ഇത്ര സമയമായിട്ട് നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്തെടുത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് അടിക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ, കാരണം പൊടികളൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കനും നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, ഇളക്കി ഇട്ട് കൊടുക്കണം, തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മുടെ ഈ ഒരു ടൈമിൽ നമ്മുടെ മസാലയിൽ ചെറിയ രീതിക്കൊരു വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് വറ്റിച്ച് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു മസാല കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടാണ് വേണ്ടത്. പിന്നെ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചെക്കിയിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫില്ലിങ് റെഡിയായി. സിമ്പിളായിട്ടുള്ള ഫില്ലിംഗ് ആണ്. ഇനി നമുക്ക് മസാലയിലേക്ക് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല, നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ഇത് റെഡിയാക്കിയാൽ മതി കേട്ടോ, കാരണം നമുക്കിത് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു മസാല നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ലാസ്റ്റ് ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുക. നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, എത്രത്തോളം വേണമെന്നുള്ളത്. അപ്പോൾ ഇതെന്തിനും ഇങ്ങനെ ചേർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് കുഴച്ചിട്ട് നമുക്ക് കയ്യിലെടുത്തിട്ട് ഉരുട്ടി ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് പറ്റാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു മസാലയിൽ ചെറിയ രീതിക്ക് അങ്ങനെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ ബ്രെഡ് ക്രംസ് ചേർത്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ, നിങ്ങളെ മസാല ആദ്യം തന്നെ കുഴച്ചിട്ട് നോക്കുക കയ്യിൽ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ ഈ ഒരു പൊടികളൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്ക് എത്തിക്കിട്ടണം. അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ ഫുള്ള് സെറ്റായി കേട്ടോ. ഈ ഒരു രീതിക്ക് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് ചെക്ക് ചെയ്യണേ, ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിലും ഇട്ടിട്ടുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് കയ്യിലെടുത്തിട്ട് ഉരുട്ടിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം, അത്രത്തോളം നമ്മൾ കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിനേക്കുള്ള ചെറിയൊരു ഡോ ഒന്ന് റെഡിയാക്കി എടുക്കണം. കാരണം ഈ ഒരു സ്നാക്കിൻ്റെ പേര് ചിക്കൻ റിബൺ എന്നല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് റിബൺ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1 കപ്പ് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ എത്രത്തോളം സ്നാക്ക് ഉണ്ടാക്കുന്ന അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് ചേർക്കുന്നുണ്ട്, നിങ്ങൾക്ക് 1/2 കപ്പ് മതിയാണെങ്കിൽ അത്രയും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് പൊടിയാണ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മതിയേ. അപ്പോൾ നെയ്യ് നമ്മുടെ RKG മിൽമ നെയ്യ് അങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും ഈ ഒരു സ്നാക്ക് കഴിക്കുന്ന സമയത്ത് തന്നെ, ആ ഒരു റിബണൊക്കെ കൂട്ടി കടിക്കുന്ന സമയത്ത്. അപ്പോൾ നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പകരം സൺഫ്ലവർ ഓയിലായിട്ടും ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒന്നുകൂടി ടേസ്റ്റ് നെയ്യ് ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ആദ്യം തന്നെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഇത്രയും സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയില്ലേ, അതിനെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കയ്യിൽ നന്നായിട്ട് ഓയിൽ തടവിന് ശേഷം ഓരോരോ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതുപോലെ നമുക്കൊരു റോള് പോലെ ആക്കിയിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. കാരണം നമുക്കിതിൽ റിബണ് ഒന്ന് ചുറ്റിയെടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അല്ലാതെ നിങ്ങൾക്ക് ഏത് ഷേപ്പിലും ചെയ്യാം, ഒന്നുകൂടി ബെറ്റർ ഇങ്ങനെയാണ് കേട്ടോ, കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഏതാ ഞാൻ ഈ ഒരു രീതിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കട്ടെ. ഈസി ആയിട്ട് പറ്റും കേട്ടോ, ഒരുപാട് ടൈമൊന്നും വേണ്ട. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ചെയ്യുക. ഇതിലും സൈസ് കുറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുറക്കുക കേട്ടോ. ഇനി നമുക്ക് റിബൺ റെഡിയാക്കി എടുക്കണ്ടേ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ബോർഡിൽ കുറച്ച് പൊടിയൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ല ആ ഒരു ഡോ ഇല്ലേ, അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഓവർ നേരിയതാക്കിയിട്ട് ഭയങ്കര നേരിയതാക്കിയിട്ട് ആകെ മുറിഞ്ഞു പോകുന്ന രീതിയിലൊന്നും പരത്തിയെടുക്കണ്ട, കുറച്ചൊരു കട്ടിയോട് കൂടി തന്നെ പരത്തിയെടുത്താൽ മതി. കാരണം നമുക്കിത് വലിച്ചെടുക്കാനുള്ളത്, അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഷേപ്പൊന്നും കറക്റ്റ് അങ്ങനെ റൗണ്ട് ആകണോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഇതുപോലെ കട്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്ത് ഈസി ആയിട്ട് പറ്റും, അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഓരോരോ സ്ട്രിപ്സ് ആക്കിയിട്ട് വരഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ വീതിയുള്ള സ്ട്രിപ്സ് ആക്കി എടുക്കണ്ട. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് റിബൺ ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്ക് മൊഞ്ചുണ്ടാവില്ല, കാണാൻ വേണ്ടിയിട്ട് ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ ചെയ്തെടുത്താൽ മതി, ഇത്രയും വലുപ്പത്തിൽ മതി. അപ്പോൾ ഇതാ ഇനി നമുക്കിതിന് റിബൺ എങ്ങനെ റോൾ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മസാല എടുക്കുക. എന്നിട്ട് ഈ ഒരു ബോർഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൈ വെച്ചിട്ടല്ല ചെയ്ത്, അപ്പോൾ ഇങ്ങനെ ബോർഡിൽ വെച്ച് ചെയ്യുമ്പോൾ എല്ലാ സൈഡും ഒരേ ലെവലിൽ കിട്ടും. അപ്പോൾ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ ഈസി ആയിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോരോ റിബൺ എടുക്കുക. ആ ഒരു സ്ട്രിപ്സ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് കറിവേറിയായിട്ട് വലിച്ചെടുക്കരുത്, ചെറിയ രീതിക്കൊന്ന് ഇതുപോലെ പതുക്കെ വലിച്ചെടുക്കുമ്പോൾ അതിങ്ങനെ നീളം വെച്ച് വരും കേട്ടോ ആ ഒരു റിബണ്. അതുപോലെ തന്നെ എല്ലാ സൈഡും ഒരേ ഷേപ്പുമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം എടുത്തിട്ട് ഇതിലിങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് റിബണ് ചുറ്റി കൊടുക്കുന്ന പോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. ആദ്യം അറ്റം ഈ ഒരു സൈഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിരൽ വെച്ച് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക, കാരണം ഇളകി പോകുന്നില്ല കേട്ടോ, നന്നായിട്ട് അവിടെ ഒട്ടിക്കിട്ടിക്കോളും, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ പതുക്കെ ഇതുപോലെ ഓരോരോ ചെരിച്ച് റോൾ ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് റിബൺ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് പരിപാടി കേട്ടോ. നിങ്ങൾക്കിപ്പം വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നാം, പക്ഷേ ഭയങ്കര ഈസിയാണ്. ഒരു തവണ അങ്ങ് ട്രൈ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് കിട്ടും.
പിന്നെ ഈ ഒരു അറ്റയില്ലേ അതിവിടെ ഇങ്ങനെ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഭാഗം നിങ്ങൾക്ക് ബാക്കിയില്ലേ ആ ഒരു മസാല കാണുന്ന റിബണ് എത്താത്ത ഭാഗം, ഒന്നുകിൽ ആ ഭാഗം അങ്ങ് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക, ബാക്കി അടുത്തതിന് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ വീണ്ടും ഒരു സ്ട്രിപ്സ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച റിബൺ എടുക്കുക, അതും വീണ്ടും അതുപോലെ തന്നെ വലിച്ചു കൊടുക്കുക കേട്ടോ. ഓരോ റിബൺ എടുക്കുമ്പോഴും വലിച്ചു കൊടുക്കണം, എങ്കിലേ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല ആ ഒരു റിബണിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അറ്റം. എന്നിട്ട് വീണ്ടും ഇതുപോലെ ചുറ്റിയെടുത്താൽ മതി കേട്ടോ. സിമ്പിളാണ്. ഞാൻ പറഞ്ഞു ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ കരുതും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. നല്ലത് കാര്യം സിമ്പിളാണ് കേട്ടോ. ഞാൻ പിന്നെ എല്ലാവർക്കും ഒരുപോലെ ക്ലിയർ ആയിട്ട് മനസ്സിലാവണമല്ലോ, അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇതാ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഈ ബോർഡിൽ വെച്ചിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും ഒരുപോലെ അവിടെ ഒട്ടിക്കിട്ടും കേട്ടോ. വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും എടുത്ത് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ കാണാൻ തന്നെ എന്താ ലുക്കല്ലേ. ഈ ഒരു ലുക്ക് പോലെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. നമ്മുടെ സ്നാക്ക് റെഡിയായി കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ റിബൺ ഫ്രൈ ആക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഞാനിവിടെ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ ഈ ഒരു ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് തന്നെ കളറ് മാറി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രിപ്സ് കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ആ ഒരു രീതിക്കുള്ള കളറായി വരും. അതുപോലെ തന്നെ ആക്കി എടുക്കണമെങ്കിൽ ടേസ്റ്റും ഉണ്ടാവുള്ളൂ. പിന്നെ ആ ഒരു നമ്മുടെ റിബൺ ഇല്ലേ അത് വേവും വേണമല്ലോ, കാരണം മൈദയല്ലേ. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കളറ് മാറി വരും. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് എണ്ണയിൽ നിന്ന് കോരി എടുക്കട്ടെ. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ റെഡിയാവും. കാരണം ഉള്ളൊന്നും നമ്മുടെ വേവാനൊന്നും ഇല്ലല്ലോ, ആ ഒരു മൈദയുടെ കോട്ടിങ്ങും കോൺഫ്ലവറും അങ്ങനത്തെ അല്ലേ വേവാനുള്ളൂ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കളറാകുന്ന സമയത്ത് കോരി എടുക്കാം, ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ റിബൺ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ല ചെയ്യാനായിട്ട്, നല്ല അടിപൊളി ലുക്കോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എപ്പോഴും ഒരേ ടൈപ്പ് മസാലയും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒരു മാറ്റം വരുത്തിയിട്ട് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്, ഒരു വെറൈറ്റി ടേസ്റ്റ് അത്രമാത്രം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങൾ എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കമൻസും അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്